ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സിറിയയിലെ ഭരണാധികാരിയായ ബഷർ അൽ അസദ് അയാള് നാടുവിട്ടതോടുകൂടി ജനങ്ങൾ സമാധാനത്തിലാണെങ്കിൽ പോലും അടുത്ത വരുന്ന ഭീകരൻ ഇസ്രയേലും ട്രംപുമൊക്കെ 10 കോടി രൂപ തലയ്ക്ക് വില പറഞ്ഞ മറ്റൊരെണ്ണമാണ്. മാളത്തിനുള്ളതിനേക്കാൾ വിഷമാണ് പുറത്തുള്ളത് എന്നർത്ഥം. ഇപ്പോ ഈ സിറിയയിലെ നാടുവിട്ട ഭരണാധികാരിയായ അസദ് അൽ ബഷറിനെതിരെ 13 കൊല്ലം മുമ്പ് ആരംഭിച്ച പ്രതിഷേധത്തിന് ഇപ്പോൾ ശുഭകരമായ സമാപ്തിയായി എന്ന് പറയാം. കാരണം ജനങ്ങളുടെ പ്രതിഷേധവും വിമതരുടെ അടിച്ചമർത്തലും കാരണം ഏതാണ്ട് ബഷറിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നാടുപേക്ഷിച്ചു. 2 പതിറ്റാണ്ടിലേറെയായി ഏകാധിപത്യ ഭരണം പിന്തുടർന്നു വന്നിരുന്ന പ്രസിഡന്റാണ് ബഷർ അൽ അസദ്. കൊട്ടാരവും ഭരണവും പ്രജകളെയും സ്വേച്ഛാധിപത്യത്തിന്റെ കസേരയും സിംഹാസനമൊക്കെ ഉപേക്ഷിച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ രാജ്യം മുഴുവനും സന്തോഷത്തോടുകൂടിയുള്ള ആഘോഷ പ്രകടനങ്ങൾ നടക്കുകയാണ്. അതേസമയം ഏകാധിപത്യ ഭരണം അവസാനിച്ചതോടെ ലെബനൻ അതിർത്തിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വരാൻ അഭയം കാത്തു നിൽക്കുന്നത്. തന്റെ രാജ്യമായ സിറിയയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി ലെബനൻ അതിർത്തി ഒന്ന് തുറന്നു കിട്ടാൻ കാത്തുകെട്ടി കിടക്കുകയാണ്. ഏകാധിപതിയായിരുന്ന അസദ് നാടുവിട്ടതോടെ കൂട്ടത്തോടെ തിരിച്ചെത്തുന്നതിന് വേണ്ടിയാണ് ഇവർ പെട്ടിയും കിടക്കകളും ബാഗുകളും ഒക്കെയായി അതിർത്തി കടക്കാൻ കാത്തുകിടക്കുന്നത്. 13 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ 60 ലക്ഷത്തോളം സിറിയൻ പൗരന്മാരാണ് വിവിധ സ്ഥലങ്ങളിലായി ചിന്നിച്ചിതറിപ്പോയത്. നാട് വിട്ടുപോയ കുറെ പേർ ഈ വർഷം മടങ്ങിയെത്തിയതായി വിവരം ലഭിച്ചതായിട്ടാണ് അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഈ വർഷം ആദ്യം 8 മാസം കൊണ്ട് 34,000-ഓളം സിറിയൻ പൗരന്മാർ രാജ്യത്ത് മടങ്ങിയെത്തിയെന്നാണ് കണക്ക്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത വർഷവും വൻതോതിൽ സിറിയൻ പൗരന്മാർ നാട്ടിലേക്ക് മടങ്ങാനാണ് സാധ്യത. അസദ് രാജ്യം വിട്ടതോടെ സിറിയയിൽ മുഴുവനും വൻതോതിലുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. കാറുകളിലും തുറന്ന വാഹനങ്ങളിലും നിരവധി പേരാണ് ആഘോഷ പരിപാടികളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നത്. നാട് വിട്ടുപോയവർ കൂട്ടത്തോടെ മടങ്ങിയെത്താൻ തുടങ്ങിയതോടെ റോഡുകളിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. അസദ് ഭരണകൂടത്തിന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചോദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കലായിരുന്നു. അതിനായിരുന്നു ആദ്യം വിരാമം കുറിക്കേണ്ടിയിരുന്നത്. ഡമസ്കസ്, ഹമ, ആലെപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിയുന്നവരെല്ലാം മോചിതരായി എന്നാണ് റിപ്പോർട്ട്. ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്നും സിറിയയിലേക്ക് ആടുമേയ്ക്കാനും ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനും വേണ്ടി പോയ കേരളത്തിലെ മലയാളികളായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അവിടെയൊക്കെ ലൈംഗിക അടിമകളായി ജീവിക്കുന്ന കേരളത്തിൽ നിന്ന് പോയ മലയാളികൾ ഇപ്പോൾ ഒരു പക്ഷേ മോചിതരായിട്ടുണ്ടാകും. ഈ ജയിലുകളിൽ ഡമസ്കസിലെ സെയ്ദ് നയ എന്ന് പറയുന്ന ജയിൽ ഏറെ കുപ്രസിദ്ധമാണ്. മനുഷ്യന്റെ അറവുശാല എന്ന അപരനാമത്തിലാണ് ഡമസ്കസ് ജയിൽ അറിയപ്പെടുന്നത് പോലും. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് 2021 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സിറിയൻ ഭരണകൂടത്തിന് കീഴിൽ ജയിലുകളിൽ 1 ലക്ഷത്തിലധികം പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധേയരാകുകയോ മറ്റേതെങ്കിലും വിധത്തിൽ ജീവൻ പോകുകയോ ചെയ്ത ആളുകളുടെ കണക്കുകൾ ഇങ്ങനെയാണ് നീളുന്നത്. ഇതിൽ 30,000-ത്തിലധികം മനുഷ്യർ ഡമസ്കസിലെ ജയിലിൽ മാത്രം മരിച്ചു വീണു. സിറിയയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ
ഒരുപാട് ജനത അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു, ജേർണലിസ്റ്റുകൾ, ദേശീയ മാധ്യമങ്ങളെല്ലാം. കേരളത്തിൽ നിന്ന് പിന്നെ അത് പ്രതീക്ഷിക്കേണ്ട. കാരണം സിറിയയിൽ നിന്ന് നടക്കുന്നതൊക്കെ മുസ്ലിങ്ങളല്ലേ ചെയ്യുന്നത്, ഇരകളും മുസ്ലിങ്ങൾ തന്നെയല്ലേ. ആ വാർത്തയ്ക്ക് പ്രാധാന്യമില്ല. ഗാസയിലാണ് നമ്മുടെ കണ്ണുകൾ. 2006 സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥാപിതമായി. സിറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് തിരശീലയിടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനമായ ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 2011 മുതൽ ഡമസ്കസിലെ ജയിലുകളിൽ കൊലപാതകം, പീഡനം, നിർബന്ധിതമായ പലായനം, തെളിവ് പോലും അവശേഷിപ്പിക്കാതെയുള്ള അപ്രത്യക്ഷമാകൽ കൊലപാതകങ്ങൾ, ക്രൂരമായ ബലാത്കാരങ്ങൾ, ശിക്ഷാ നടപടികൾ, ഇതെല്ലാം നടന്നു വരുന്നു എന്നാണ്. പൊതുജനങ്ങൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാനോ ജയിലുകളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മോചനത്തിന് പരിശ്രമിക്കാനോ ഒന്നും സ്കോപ്പില്ല. പൊതുജനം നോക്കി നിൽക്കെ തന്നെ ഇത്തരം അതിക്രമങ്ങൾ ഭരണകൂടത്തിന്റെ നയമാണെന്നും അവരെ തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ലെന്നും വിമർശിച്ചു പോയാൽ തല പോകുമെന്നാണ് പൊതുജനം തന്നെ പറഞ്ഞത്. ഡമസ്കസിലെ ജയിലിലെ ക്രൂരതകൾ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സെയ്ദനയയിലെ സൈനിക തടവറയിൽ 2 ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ചുവന്ന നിറങ്ങളിലുള്ള കെട്ടിടത്തിലും വെള്ള നിറങ്ങളിലുള്ള കെട്ടിടങ്ങളിലും അടച്ച് ക്രൂരമായ രൂപത്തിലുള്ള മർദ്ദന മുറകൾ സിറിയൻ ഭരണാധികാരിയുടെ അണ്ടറിൽ അഴിച്ചുവിട്ടു. ചുവന്ന കെട്ടിടത്തിൽ താമസിപ്പിച്ചിരിക്കുന്ന 10,000-കണക്കിന് തടവ് പുള്ളികൾ രഹസ്യമായി വധിക്കപ്പെടേണ്ടവരാണ്. അതിനകത്തേക്ക്, ചുവന്ന കെട്ടിടത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പൊടി പോലും പുറത്തെത്തുന്നില്ല. തൂക്കിലേറ്റുന്നതിനു മുമ്പ് തടവിലുള്ള ആളുകളെ ഡമസ്കസിന് സമീപമുള്ള അൽ കുബൂനിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കോടതികളിൽ ഹാജരാക്കി ഒന്നൊന്നായി ചോദിച്ച് മൃഗീയം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മൃഗങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരാക്കി വധിക്കും. ഒറ്റയടിക്ക് വധിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഇതങ്ങനെയല്ല. 3 മിനിറ്റ്. എന്താണ് മനുഷ്യനോട് ചെയ്യാൻ സാധിക്കുന്ന ക്രൂരതയുടെ സൂപ്പർലേറ്റീവ് വേർഷൻ എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ആ 3 മിനിറ്റ് മനുഷ്യൻ ശരിക്കും അനുഭവിക്കും. കാരണം ചുവന്ന ജയിലുകളിൽ കിടക്കുന്നവരെല്ലാം ഇത് അനുഭവിക്കേണ്ടവരാണ്. ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ അവരനുഭവിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി വേദന ഈ ജയിലിൽ കിടക്കുന്നവർ അനുഭവിക്കുവാണ്. കാരണം അടുത്തത് താനാണ്. ഇരകളെ ചുവന്ന കെട്ടിടത്തിലെത്തിക്കും. 3-4 മണിക്കൂറാണ് ഇരകളെ മർദ്ദിക്കുന്നത്. അർദ്ധരാത്രിയോടെ കണ്ണുകൾ കെട്ടും. ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ ഒക്കെ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആ കെട്ടിടത്തിന്റെ അടിത്തറയിൽ ഉള്ള ഒരു മൂലയിൽ എത്തിച്ചിട്ട് തൂക്കിലേറ്റും. കണ്ണ് കെട്ടിയാണ് ചുവന്ന മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. കണ്ണ് കെട്ടി തന്നെയാണ് മർദ്ദന മുറകളും. വെള്ളയിൽ കൊണ്ടുവന്നിട്ടാണ് ഇല്ലാതാക്കുന്നത്. ആഴ്ചയിൽ 2 തവണയോളം ഈ ശിക്ഷാ നടപടികൾ തുടരും. 20 മുതൽ 50 പേർക്ക് വരെയാണ് ഒരു തവണ ശിക്ഷിക്കുന്നത്. 50 പേരെങ്കിലും കൊല്ലപ്പെടും മാക്സിമം. അവരുടെ കണ്ണുകൾ കെട്ടുന്നത് കൊണ്ട് കഴുത്തിൽ കുരുക്ക് വീഴുന്നത് വരെ തങ്ങൾ മരിക്കുവാണെന്ന് മനസ്സിലാകത്തില്ല. ഇനിയും എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ. ഒരു മനുഷ്യനാണല്ലോ, നമസ്കരിക്കുന്നവരാണല്ലോ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ, പരലോകമുണ്ട്, ഇവരാണ് മതം പഠിപ്പിക്കുന്നവരല്ലേ. ജയിലിൽ ജോലി ചെയ്തിരുന്ന ആളുകളിൽ നിന്നൊക്കെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. 2015 ഡിസംബറിനിടയിൽ 2011 2015 ഇടയിൽ 5000 മുതൽ 13,000 പേരോളം ഈ രൂപത്തിൽ വധിക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ. ഇവരെ ആരെങ്കിലും ഒന്ന് വിമർശിക്കുമോ? വിമർശിക്കാനുള്ള ധൈര്യമുണ്ടോ ഇവർക്കാർക്കെങ്കിലും? ഇസ്രയേലിന് തൽക്കാലം സമാധാനം, പശ്ചിമേഷ്യയിലെ അശാന്തിയും സിറിയയിലേക്കാണ്.
ചുവപ്പ് തടവറകളും വെള്ളത്തടവറകളും എല്ലാവരെയും മോചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സിറിയയിലെ വിമതർ. ഇതിനകത്ത് അനേകം സ്ത്രീകളും കുട്ടികളുമാണ് മരണം കാത്തു കിടക്കുന്നത്. ജയിലിനകത്താക്കിയ പുരുഷന്മാരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് അവരെ കൊന്നു. മാനവികതയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് സിറിയയിലെ ഈ ജയിലുകൾ എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത്. മനുഷ്യ അറവുശാല. ഭൂഗർഭത്തിൽ നിന്ന് 3 നിലകളുള്ള ചുവന്ന ജയില്. അതിനകത്ത് പുരുഷ തടവുകാർ ഇനിയും ഉണ്ട്. ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാത്ത അനേകായിരം ദുരൂഹ അറകൾ ജയിലിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അസദിന്റെ വ്യാവസായിക പീഡന കേന്ദ്രം എന്നും ഈ മനുഷ്യ അറവശാല അറിയപ്പെടുന്നുണ്ട്. 13,000-ഓളം പച്ചയായ മനുഷ്യരെ ഈ രൂപത്തിൽ കൊന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറയാണ്. അല്ലാഹു അക്ബർ എന്ന വിളികൾക്കിടയിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് പിച്ചവെച്ച് നടന്നു വരുന്നവരെ പുറം ലോകം പിന്നീട് കാണാറില്ല. ഒരു കൊച്ചു കുഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി. അൽ അസദിന്റെ വിമാന അപകടത്തിൽപ്പെട്ടു എന്നത് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമമായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അൽ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടിട്ടില്ല. അപകടത്തിൽപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റഷ്യയുടെ ശ്രമമായിരുന്നു സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈനാണ് പുറത്തു കൊണ്ടുവന്നത്. ഓടി നടന്ന് പൂട്ടുകൾ തകർത്തായിരുന്നു വിമതർ ജയിലുകളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ച സ്ത്രീകൾ പുറത്തിറങ്ങി ആഹ്ലാദ ആരവങ്ങൾ മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുറത്ത് കാത്തുകിടന്നിരുന്ന ബസ്സുകളിൽ അവരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി വിട്ടു. അതിൽ ചിലർ 1.5 പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്നവരാണ്. ഭൂമിക്കടിയിൽ ജയിലിന് 3-4 അറകളുണ്ട്, നിലകളുണ്ട്. ഇതുവരെ അത് തുറന്നിട്ടില്ല എന്നും വിമതർ പറയുന്നു. അത് തുറക്കുന്നതിന് ചില സാങ്കേതിക വിദ്യ ആവശ്യമാണ്. അത് ഉപയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനോടകം തന്നെ അവിടം വിട്ടുപോയി. അതാണ് ആ സെല്ലുകൾ തുറക്കുന്നതിൽ കാലതാമസം നേരിടുന്നത്. സെയ്ദ് നയ ജയിലിലെ അനീതികൾ ഇതോടെ അവസാനിക്കുമെന്ന് വിമതർ അറിയിച്ചു. ഡമസ്കസിൽ നിന്ന് 30 കിലോമീറ്ററോളം ദൂരെ മാറിയാണ് ഈ ജയിലുകൾ. ഇതിൽ നിറഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നത് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിക്കുമ്പോൾ ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യത്തിന് കീഴിൽ ഏകദേശം 10,000-ഓളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായതെന്നും റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് തടവുകാരെ കൊല്ലുകയും തെളിവ് നശിപ്പിക്കാൻ ഭൗതിക അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തു എന്നാണ് അതിനകത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സൈനിക തടവറയിൽ പ്രതിദിനം 50 പേരെ അസദിന്റെ ഉത്തരവിനനുസരിച്ച് തൂക്കിക്കൊന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഈ വിഷയം ഇതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിശപ്പകറ്റാൻ റൊട്ടി കടത്തിയതിന്റെ പേരിൽ തടവിലായ തന്റെ അമ്മാവനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ലെന്നാണ് ജേർണലിസ്റ്റായ സമീർ ഡാബോൾ പറയുന്നത്. അതിനിടയിൽ മറ്റൊരു പ്രധാന നഗരമായ ഹോംസും വിമതരുടെ നിയന്ത്രണത്തിലായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഭരണകൂടത്തോട് വിശ്വാസ്യത പുലർത്തുന്ന സൈനിക വിഭാഗം ഇവിടം വിട്ടൊഴിഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനിടയിൽ സിറിയയിലെ നിരവധി ഐസിസ് കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതായി ബൈഡൻ അറിയിച്ചു. അസദിന്റെ ഭരണം അവസാനിച്ചതോടെ ഉയർന്നു വരാൻ പോകുന്നത് കടുത്ത വെല്ലുവിളികളും അനിശ്ചിതത്വവുമാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോംസ് വീഴുകയും തലസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ആശങ്കയിലാകുകയും ചെയ്തതോടെ 5 പതിറ്റാണ്ടോളം നീണ്ട അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യം കടപുഴകി വീണു. അതിനിടയിൽ അമേരിക്കയും സിറിയയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത ആക്രമണങ്ങൾ നടത്തി. മധ്യ സിറിയയിലെ ഐസിസ് ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. നിലവിൽ സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഐസിസ് മുതലെടുക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ആക്രമണം നടത്തിയത്. 2019 താറുമാറായ ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമങ്ങൾ ഐസിസ് നടത്താൻ ആരംഭിക്കുന്നതായും അമേരിക്ക പറഞ്ഞു. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് 75ഓളം ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സാധാരണക്കാർക്ക് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അമേരിക്ക അറിയിച്ചു. സിറിയയിലെ സാഹചര്യം ഒരു കാരണവശാലും മുതലെടുക്കാൻ ഐസിസിനെ അനുവദിക്കില്ല എന്നാണ് അമേരിക്ക ഉറപ്പിച്ചു പറയുന്നത്.
സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ അമേരിക്ക ഇടപെടരുത് എന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. നന്ദി.